ഇന്നൊരു പാളിപ്പോയ സർപ്രൈസ് കഥ കണ്ടാലോ? ഹലോ, ഇന്ന് നമുക്ക് 2 ടാസ്ക്കാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈ കാണുന്ന റെഫറൻസ് പോലെ കോപ്പി ചെയ്യുക, ദെൻ സെക്കൻഡ് വൺ ഈ കാണുന്ന റെഫറൻസ് പോലെ കേക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ 2 കേസിനും ഒരു സിമിലാരിറ്റി ഉള്ളത് എന്താ വെച്ചാൽ ഇത് രണ്ടും 2 വൈഫ്സ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ. 2 ഹസ്ബൻഡ്സിനും ഇഷ്ടമുള്ള മേഖലയാണ് നമ്മുടെ കേക്കിന്റെ തീംസ് ആയിട്ട് വന്നേക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ വി ഡിഡ് ഇറ്റ്. ആദ്യത്തെ കേക്ക് നമുക്ക് 1 kg ചോക്കോ ട്രഫിൾ ഫ്ലേവർ ആയിരുന്നു. നമ്മളത് നേരത്തെ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനൽ കോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കോട്ടിങ്ങിന് ശേഷം നമ്മൾ ജാക്ക് ഡാനിയൽസിൻ്റെ ലേബലൊക്കെ എടുത്ത് കേക്കിൽ സ്റ്റിക്ക് ചെയ്തു. പിന്നെ റെഫറൻസിലുള്ളതുപോലെ ചോക്ലേറ്റ് ഡ്രിപ്സ് നമ്മൾ കൊടുക്കുവാണ് കേക്കിൽ. ആ ഡ്രിപ്സ് കൊടുത്തതിന് ശേഷം ടോപ്പ് പോർഷനിൽ നമ്മളത് മൊത്തം ഫില്ല് ചെയ്തെടുക്കുവാണ്. ഈ കേക്ക് ഓർഡർ ചെയ്ത വൈഫ് ഔട്ട് ഓഫ് കൺട്രിയാണ്. പുള്ളിക്കാരിക്ക് ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഹസ്ബൻഡിനെ സർപ്രൈസ് ചെയ്യാനായിട്ട്. സോ ഇത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വയ്ക്കാം. ആ ടൈം കൊണ്ട് നമ്മുടെ സെക്കൻഡ് കേക്ക് ക്രിക്കറ്റ് തീമിലുള്ള കേക്ക് എടുത്ത് ഫൈനൽ കോട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ക്രം കോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ലോങ് വീഡിയോ ആയി പോകും. സോ ഫൈനൽ കോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു ഗ്രാസ് എഫക്റ്റ് ഉള്ളൊരു നോസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ് ടോപ്പ് ആൻഡ് ബോട്ടം പോർഷനിൽ. ആഫ്റ്റർ ദാറ്റ് ക്രിക്കറ്റിൻ്റെ ആ ഒരു പിച്ച് റെഡിയാക്കാനായിട്ട് ചോക്ലേറ്റ് വെച്ച് നമ്മൾ ആ പിച്ച് വരച്ചു. ദെൻ ലൈൻസ് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് സ്റ്റമ്പൊക്കെ കൊടുത്തു. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ട് നമ്മുടെ പഴയ കേക്കിലേക്ക് വരാം. ജാക്ക് ഡാനിയൽസിൻ്റെ 2 പ്രിൻസ് ടോപ്പിൽ കൊടുത്തു. ദെൻ ചോക്ലേറ്റ്സ് ഒക്കെ റെഫറൻസിലുള്ളതുപോലെ അതിനേക്കാളും കൂടുതൽ ചോക്ലേറ്റ്സ് വെച്ച് നമ്മൾ നല്ല ഭംഗിയായിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുത്തു. ഫിനിഷായ പാട് ഞാൻ കസ്റ്റമറിനൊരു ഫോട്ടോ അയച്ചായിരുന്നു. പുള്ളിക്കാരി വാസ് വെരി ഹാപ്പി വിത്ത് ദ ഔട്ട്കം. ആക്ച്വലി കസ്റ്റമർ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. എന്നോട് പറഞ്ഞു ശരിക്കുള്ള ഫോട്ടോ അയക്കാൻ. ഞാൻ എന്നിട്ട് വീഡിയോ അയച്ചു കൊടുക്കേണ്ടി വന്നു ഇത് നമ്മൾ ചെയ്ത കേക്കാണെന്ന് പ്രൂവ് ചെയ്യാൻ. പുള്ളിക്കാരി ഓർത്ത് റെഫറൻസ് ആണ് ഞാൻ വീണ്ടും അങ്ങോട്ട് അയച്ചു കൊടുത്തതെന്ന്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച് ബാറ്റ് ആൻഡ് ബോൾ ഇതൊക്കെ പ്ലേസ് ആക്കി നമ്മൾ റെഡിയായി ഡെലിവറിക്ക് വേണ്ടി പോയി. സെക്കൻഡ് കേക്കാണ് കേട്ടോ ആദ്യം ഡെലിവറി ചെയ്യുന്ന. ക്രിക്കറ്റ് ടീമിലെ കേക്ക് നമ്മൾ വൈഫിനെയാണ് ഏൽപ്പിച്ചത്. ഓക്കെ, ദെൻ നമ്മുടെ ജാക്ക് ഡാനിയൽസ് കേക്കുമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടെത്തി ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ വിളിക്കുമോ പുള്ളിയെ? ഗൈസ് എല്ലാം പാടിപ്പോയിരിക്കുകയാണ്. പുള്ളി സർപ്രൈസ് ആയിട്ട് നമ്മൾ കേക്ക് കൊണ്ട് വന്നു. പക്ഷേ പുള്ളി ഇവിടെ സ്ഥലത്തില്ല. ട്രിവാൻഡ്രം കഴിഞ്ഞ് ദൂരത്തേക്ക് എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ കേക്ക് ഏൽപ്പിച്ചു. ലെറ്റ്സ് ഗോ.